ഒരു മോളില് പൈസ മോഷ്ടിച്ച് ഒരു സുന്ദരിയായ കള്ളത്തി പോലീസിനെ വെട്ടിച്ച് ഓടി പോവുകയായിരുന്നു. അന്നേരം ഒരു കുട്ടി പാവക്കുട്ടിയുമായി കളിക്കുന്നത് കണ്ട് ആ പാവക്കുട്ടിയെ തട്ടിപ്പറിച്ച് വാങ്ങി പകരമായി കുറച്ച് പൈസ എറിഞ്ഞു കൊടുത്തു. പുറകെ വന്ന പോലീസുകാര് ആ പെണ്ണ് എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഇതാ അത് വഴിയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവൾ ആ പാവയെ കീറി കട്ടെടുത്ത പൈസ എല്ലാം അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ച് സ്റ്റാപ്ലർ അടിച്ചു. ആരും പെട്ടെന്ന് അറിയാതിരിക്കാനായി തുറന്നിരിക്കുന്ന ഒരു ക്ലോ മെഷീനിൽ ഇട്ട് പൂട്ടി. അന്നേരം പോലീസ് വന്ന് അവളെ പരിശോധിച്ചപ്പോൾ 5 പൈസ നെഹി അവളുടെ കയ്യില്. പോലീസ് പോയതും അവൾ അത് തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ലായിരുന്നു. അവൾ അത് കൺട്രോൾ ചെയ്ത് ആ പാവയെ എടുക്കാൻ നോക്കി. പക്ഷെ എത്ര നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. അന്നേരം വേറൊരു പെണ്ണ് അവളുടെ കാമുകനുമായി വന്ന് ഈ പെണ്ണിനെ മാറ്റി ആ പാവയെ എടുത്തു. അവളുടെ പാവ അതാണെന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോയി. ഒടുവിൽ അവര് ഡ്രസ്സ് എടുക്കാനായി ഷോപ്പിൽ കയറിയതും അവളും പിന്നാലെ പോയി. അവൾ മറ്റേ പെണ്ണിന്റെ അടുത്തുള്ള അതേ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ കയറി മുകളിലൂടെ എത്തി നോക്കി. പാവയെ കണ്ടതും ഹാങ്ങറുകൾ കൂട്ടിച്ചേർത്ത് അവൾ അപ്പുറത്തെ റൂമിലേക്ക് ഇട്ടു. എന്തോ ഒന്ന് കൊളത്തിയെന്ന് കണ്ടതും ചൂണ്ട അങ്ങ് വലിച്ചു. പക്ഷെ പോന്നത് മറ്റാളുടെ ഡ്രസ്സായിരുന്നു. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവിടെ നിന്ന് ആ പാവയെ എടുത്ത് ഒറ്റ ഓട്ടം ഓടി. ഒരുപാട് പോയ ശേഷം നോക്കിയപ്പോ ഉള്ളിൽ ഒരു പിണ്ണാക്കും ഇല്ല. ഇതോടെ മനസ്സിലായി പാവ മാറിപ്പോയെന്ന്. പക്ഷെ അന്നേരം പോലീസുകാർ അവിടേക്ക് വന്ന് അവളെ അറസ്റ്റ് ചെയ്തു. കാരണം അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് CCTVയിലൂടെ അവര് കണ്ടിരുന്നു. അന്നേരം അതിലൂടെ ഒരു ചെറിയ കുട്ടി പൈസയും പുറത്തേക്ക് ചാടി നിൽക്കുന്ന പാവ എടുത്തോണ്ട് പോവുമായിരുന്നു.